ജോസഫ് ജീവന്റെ കാവലാൾ. ലോകരക്ഷകന് കാവലൊരുക്കിയ ഒരു പുണ്യ പിതാവ്. ബത്ലഹേമിലേക്കുള്ള യാത്രയിൽ നിശബ്ദത നമ്മെ പഠിപ്പിക്കുന്നത് അദ്ദേഹമാണ്. ഒരൊറ്റ വാക്കുകൊണ്ട് ഒരാളുടെ ജീവചരിത്രം എഴുതാമെങ്കിൽ അത് ജീവന്റെ കാവലാളായി വർത്തിച്ച ഔസേപ്പിതാവിൻ്റെതാണ്. മത്തായി ശ്ലീഹ വളരെ മനോഹരമായി അത് കുറിച്ചു വെക്കുന്നുണ്ട്. അവളുടെ ഭർത്താവായ യൗസേപ്പ് നീതിമാനായിരുന്നു. വിവാഹിതയാകുന്നതിന് മുമ്പേ ഗർഭവതിയായ ഒരു പെൺകുട്ടിയെ കല്ലെറിഞ്ഞു കൊല്ലുക എന്നതാണ് മാനുഷിക നീതി. എന്നാൽ ഔസേപ്പിതാവ് പൂർത്തിയാക്കിയത് മാനുഷിക നീതിയല്ല, മറിച്ച് ദൈവിക നീതിയാണ്. തിരഞ്ഞെടുത്തവളോട് ജീവന്റെ കരുണ കാണിക്കാനും തിരുകുടുംബത്തിന് കാവലാകാനും ആ പുണ്യപിതാവ് തൻ്റെ ജീവൻ പകുത്തുവയ്ക്കുന്നുണ്ട്. ഈ ക്രിസ്തുമസിന് ഒരുങ്ങുമ്പോൾ നമ്മിലും ഈ കാരുണ്യത്തിന്റെയും പങ്കുവയ്പിന്റെയും മനോഭാവം ഉണ്ടാകട്ടെ. തിരുസഭയ്ക്ക് വേണ്ടി പോരാടുന്ന ജീവന്റെ കാവൽക്കാരാകാനും കുടുംബത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന സ്നേഹത്തിന്റെ ദാതാക്കളാകാനും നമുക്കും സാധിക്കട്ടെ. ഏവർക്കും ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ആമേൻ.